അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെ യൗമുത് തർവിയ. നാളത്തെ ദിവസത്തിൻ്റെ പേരാണ് യൗമുത് തർവിയ എന്നുള്ളത്. യൗമുത് തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8-നാണ് യൗമുത് തർവിയ എന്ന് പറയുന്നത്. ഒരാൾ യൗമുത് തർവിയയിൽ നോമ്പെടുത്ത് കഴിഞ്ഞാൽ, യൗമുത് തർവിയയിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അല്ലാഹു തആല അവനക്ക് കൊടുക്കുന്നത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ എന്ത് കൂലിയാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. യൗമുത് തർവിയ എന്ന് പറഞ്ഞാൽ ഏത്? യൗമുത് തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8-ന്. അപ്പോൾ നാളെയാണ് ദുൽഹിജ്ജ 8. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്കറിയാലോ. പരിശുദ്ധമായ ഖുർആന് നിഅമുൽ അബ്ദ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. നല്ല അടിമ എന്ന് പറഞ്ഞൊരു വ്യക്തി ആരാ? മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഏത് ഭയങ്കരമായൊരു രോഗം വന്നു അല്ലേ? മൊത്തം തൻ്റെ കയ്യൊക്കെ ഇങ്ങനെ അടർന്നു വീഴുന്ന രൂപത്തിൽ രോഗം, ഇങ്ങനെ മേത്ത് മൊത്തം മുറിവ് ബാധിച്ച്. കുഷ്ഠമല്ല, പ്രവാചകന്മാർക്ക് കുഷ്ഠരോഗം വരില്ല. കുഷ്ഠരോഗമല്ല, ശരീരത്തിൽ മൊത്തം മുറിവുകൾ വന്നു. ഇബ്ലീസ് കയറിയത്, ഓരോ നരമ്പിൽ ഇബ്ലീസ് കയറി എന്നാണ് ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നത്, പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടി പറയണം? അവരുടെ കരങ്ങളൊക്കെ അങ്ങനെ തൊലിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമായിരുന്നു. ഓരോ നരമ്പുകളിലും പുഴുങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടുമായിരുന്നു. ഇങ്ങനെ കയ്യനും കാലിനും അതുപോലെ എല്ലാത്തിനും ബാധിച്ചു. നാവിന് ബാധിച്ചില്ല. അവസാനം നാവിനും ബാധിച്ചപ്പോ ക്ഷമയുടെ അങ്ങേയറ്റമായ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് വലിയ രോഗം വന്നു അല്ല എന്താ പറഞ്ഞത്? എൻ്റെ കാലിന് രോഗം ബാധിച്ചു, എൻ്റെ ശരീരങ്ങൾക്കൊക്കെ രോഗം ബാധിച്ചു അല്ലാ. ഇതൊന്നും ഞാൻ നിന്നോട് പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ ദിക്ർ ചൊല്ലുന്ന നാവിന് രോഗം വന്നപ്പോ അറിയാതെ പറഞ്ഞു പോയി. അല്ലാ, ചെറിയൊരു വിഷമുണ്ട്. എന്താ വിഷമം? നാവിന് രോഗം ബാധിച്ചിട്ടുണ്ട്. ദിക്ർ ചൊല്ലാൻ പറ്റില്ല. ദിക്ർ ചൊല്ലാൻ എനിക്ക് കഴിയുന്നില്ല അല്ലാ. അതുകൊണ്ട് എനിക്ക് എൻ്റെ നാവിലുള്ള ആ രോഗം ഒന്ന് മാറ്റിത്തരണം. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് തൻ്റെ ചിറക് കൊണ്ട് ഭൂമിയിലടിക്കുന്നു. അവിടെ ഒരു കൊളാകുന്നു. അവിടെ പോയിട്ട് കുളിക്കാൻ വേണ്ടി പറയുന്നു. അന്ന് വരെ രോഗം ബാധിച്ച നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇട്ടെറിഞ്ഞു പോയി. ആരൊഴികെ? റഹ്മത്തി ബി ഒഴികെ. ആരാ റഹ്മത്തി ബീവി? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ. നീ പൊയ്ക്കോ മോളെ, എനിക്കിങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നീ പൊയ്ക്കോ, വേറെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിച്ചോ. അപ്പൊ പറഞ്ഞെന്താ? ഞാൻ പോകൂല നബിയെ. ക്ഷമിച്ച് സഹിച്ച് നബിയുടെ കൂടെ നിന്നു. ആ കുളത്തിൽ മുങ്ങി. ആ കുളം ഇപ്പോഴും സലായിലയിൽ അവിടെ ഉണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുളിച്ച കിണർ, ആ കുളപ്പോഴും ഉണ്ട്. പല ആളുകളും അവിടുന്ന് വെള്ളം കൊണ്ടുണ്ടൊക്കെ കാണാറുണ്ട്. അല്ലാഹു തആല നമുക്ക് ഖൈർ പ്രദാനം നൽകട്ടെ. അപ്പോൾ ആ കുളത്തിൽ മുങ്ങി എണീച്ചപ്പോൾ സുന്ദരനായി റാഹത്തായൊരു ആളെ കാണുന്നു. മഹദിയായ റഹ്മത്ത് ബി പോലും പറഞ്ഞു പോയി, ഇതിൻ്റെ ഇങ്ങനെയല്ല, ഇത്രയും സൗന്ദര്യമുള്ളവരല്ല. പക്ഷെ അല്ലാഹു തആല അവിടെ റാഹത്താക്കി. അല്ലാഹു തആല നമുക്കൊക്കെ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ മഹാനായ ഈ ഒരു പരീക്ഷണം വന്നപ്പോൾ, അത് മാത്രമല്ല, 10ഓളം മക്കളുണ്ടായിരുന്നു. 10ഓളം മക്കൾ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. 10ഉം പ്രവാചകൻ പുറത്തു പോയി വന്നപ്പോൾ വീട് തകർന്ന് എല്ലാ മക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. ഒരു
പിന്നെ മകനൊക്കെ നമ്മളെ മകന്, നമ്മളെ മക്കള്, ഒരു മോന് അല്ലെങ്കിൽ ഒരു മോള് മരിച്ചിങ്ങനെ കാണുമ്പോൾ, ആ കുട്ടിയുടെ മയ്യത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു മാതാവിനും ഒരു പിതാവിനും എത്ര ടെൻഷൻ ഉണ്ടാകും. അങ്ങനത്തെ 10 മക്കൾ ഒരുമിച്ചിങ്ങനെ മയ്യത്തായി കിടക്കുകയാണ്. ഇവിടെയും തകരാതെ ക്ഷമയോടുകൂടി പിടിച്ചു നിന്നു മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം. അള്ള മലക്കുകൾ പറഞ്ഞു, ഞാമല്ലത് എന്തൊരു മനുഷ്യനാ, എന്തൊരു അടിമയെ. എല്ലാ പ്രതിസന്ധികളും ജീവിതത്തിൽ വരും. ആളുകളൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി നോക്കും. ആളുകൾക്ക് അത് പറയും, ഇത് പറയും, അത് ചെയ്യും, ഇത് ചെയ്യും, കുറ്റപ്പെടുത്തലുകളും എല്ലാം ഉണ്ടാകും ജീവിതത്തിൽ. ക്ഷമയോടുകൂടി നേരിടുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ക്ഷമ കണ്ടിട്ട് അള്ള മലക്കുകളോട് പറയാണ്, എന്തൊരു അടിമയത്, ഞാമല്ല അബുദ്, എന്തോ ഒരു നല്ല മനുഷ്യനത്. ഖുർആൻ ഓർമ്മപ്പെടുത്തി അത്രയും വലിയ ക്ഷമയുടെ അങ്ങേയറ്റമായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ രോഗം മാറി, പരീക്ഷണം മാറിയിട്ട് റാഹത്തായല്ലോ. ആ പരീക്ഷണത്തിലുള്ള പ്രതിഫലം നമുക്കും കിട്ടണമെങ്കിൽ നമ്മൾ അതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. യോമു തെറുവയിൽ നാളെ നോമ്പ് നോറ്റാൽ മതി. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നീട്ടിപ്പരത്തി പറയാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ കുറേ ആൾക്കാരുടെ NB ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. അല്ലാഹു തആല നാളത്തെ നോമ്പ് നോക്കാം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നാളെ അവിടെ അറഫയാണ്. നമ്മളിവിടെ അറഫ നോമ്പിൻ്റെ ഇത് വെള്ളിയാഴ്ചയാണ്, നാളെ വ്യാഴാഴ്ചയാണ്. നാളെ 2 നോമ്പിൻ്റെ കൂലിയല്ലേ. അൽഹംദുലില്ലാഹ്. 1 വ്യാഴാഴ്ചയുടെ കൂലി, 2 യോമു തെറുവിയയുടെ കൂലി. നല്ല റാഹത്തോടെ മുന്നോട്ട് പോകുക. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ നാളത്തെ നോമ്പെന്താ? അല്ലാഹുവേ, സുന്നത്താക്കപ്പെട്ട യോമു തെറുവിയയിലുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോക്കി വിട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്താക്കുക. അപ്പം അതിൻ്റെ കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഫർള് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഫർളിലേക്ക് എഴുതാം. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്താണോ കരുതിയത് അത് കിട്ടുന്നതാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ പ്രദാനം അനുഗ്രഹിക്കട്ടെ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫർളിൻ്റെ കൂടെ സുന്നത്തിനെ എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തനീയമാണ്. എന്തായാലും നമുക്ക് ചെയ്യാം. പണ്ഡിതന്മാർ നമ്മളോട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ്. അപ്പം നാളെ എന്താകണം? യോമു തെറുവിയുടെ നോമ്പ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരീക്ഷണത്തിന് കൂലി കൊടുക്കുന്ന ആ നോമ്പ് നമ്മളൊക്കെ നോക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ ദിവസം നമ്മൾ ചൊല്ലേണ്ട ദിക്റാണെന്ന് സയ്യിദ് അവറുകൾ പറഞ്ഞത്. സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ആ ദിക്ർ എത്രയും ചൊല്ലാം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. 1000 വട്ടം ചൊല്ലാം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 10 ദിവസവും അധികരിപ്പിക്കേണ്ടത് ഈ ദിക്റാണ്. ഈ ദുൽഹിജ്ജയിലെ 1 മുതൽ അവസാനം ദുൽഹിജ്ജ നമ്മൾ പെരുന്നാൾ വരെ പെരുന്നാക്കും അധികരിപ്പിക്കേണ്ടത് സുബ്ഹാനല്ലാഹി